നമ്മളിന്ന് ഡീൽ ചെയ്യാൻ പോണത് സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ഡിജിറ്റൽ സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ മെയിൻലി 2 ടൈപ്പ് ഓഫ് സർക്യൂട്ട്സ് ആണ് വരുന്നത്. അതിലൊന്നാമത്തെയാണ് സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്, രണ്ടാമതാണ് കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട്സ്. അപ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട് എന്തുണ്ടാവുക, ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺ ഇൻപുട്ട് ആസ് വെൽ ആസ് പാസ്റ്റ് ഔട്ട്പുട്ട്. അപ്പോൾ നമ്മൾ 2 ടൈപ്പ് ഓഫ് സർക്യൂട്ട്സ് ഉണ്ട് പറഞ്ഞു. അപ്പോൾ അതിൽ സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, അതിൻ്റെ ഔട്ട്പുട്ട് ഉണ്ടാവുമല്ലോ, ആ ഔട്ട്പുട്ട് ഇപ്പോഴത്തെ അതിൻ്റെ ഇൻപുട്ടിനെയും പിന്നെ അതിൻ്റെ പാസ്റ്റ് ഔട്ട്പുട്ടിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട്സ് എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവുള്ളൂ, ഇൻപുട്ടിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു 2 ബിറ്റ് അപ്പ് കൗണ്ടർ നിങ്ങൾ കൺസിഡർ ചെയ്യുക. 2 ബിറ്റ് അപ്പ് കൗണ്ടറിൽ 2 ബിറ്റ് ആയ കാരണം 2 ഫ്ലിപ്പ് ഫ്ലോപ്സ് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ഒരു ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മൾ എന്തായിട്ട് കൊടുക്കുക, സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കുക. അപ്പോൾ അതെന്താണ്, അതൊരു സീക്വൻഷ്യൽ സർക്യൂട്ടാണ്. കാരണം എന്തുകൊണ്ടാണ്, അതിൻ്റെ ഇപ്പോഴത്തെ ഇൻപുട്ടിനെയും നമ്മുടെ പാസ്റ്റ് ഔട്ട്പുട്ടിനെയും എന്തുണ്ട്, ഈ ഒരു ഇതിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് എന്തെന്ന് പറയാം, സീക്വൻഷ്യൽ സർക്യൂട്ടാണ്. ഒരു കൗണ്ടർ എന്ന് പറയുന്നത് ഒരു സീക്വൻഷ്യൽ സർക്യൂട്ടാണ് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ മറിച്ച് നിങ്ങളൊരു സിമ്പിളായിട്ടുള്ളൊരു സർക്യൂട്ട് കൺസിഡർ ചെയ്യും. ഇപ്പോൾ ഒരു AB+C, അതിലൊരു ആൻഡ് ഗേറ്റും ഒരു ഓർ ഗേറ്റും മാത്രമാണ് വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഒരു പാസ്റ്റ് ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കേസ് വരുന്നില്ല. ജസ്റ്റ് നമ്മൾ എന്താണ് ഇൻപുട്ട് കൊടുത്തത് അതിൻ്റെ ലോജിക് എക്സ്പ്രഷനിൽ ഇട്ടിട്ട് എന്താ വെച്ചാൽ അത് സൊല്യൂഷൻ തരും. അപ്പോൾ അവിടെ എന്ത് ചെയ്യണില്ല, ഒരു പാസ്റ്റ് ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പം അങ്ങനെ പാസ്റ്റ് ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് ഇൻപുട്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന സർക്യൂട്ട്സിനെ നമ്മൾ കോമ്പിനേഷണൽ സർക്യൂട്ട് എന്ന് വിളിക്കും. മറിച്ച് ഇൻപുട്ടിനെയും ഇപ്പോഴത്തെ കറണ്ട് ഇൻപുട്ടിനെയും പാസ്റ്റത്തെ ഔട്ട്പുട്ടിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സർക്യൂട്ട്സിനെ നമ്മൾ എന്താണെന്ന് വിളിക്കും, സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് വിളിക്കും, സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്. ഇനി അത് തന്നെ 2 ടൈപ്പിലാണ് വരുന്നത്. ഒന്ന് സിങ്ക്രണസ് സീക്വൻഷ്യൽ സർക്യൂട്ടും 2 അസിങ്ക്രണസ് സീക്വൻഷ്യൽ സർക്യൂട്ടും. നമുക്ക് സിങ്ക്രണസ് സീക്വൻഷ്യൽ സർക്യൂട്ട് എന്താണെന്ന് നോക്കാം. സിങ്ക്രണസ് സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ജനറൽ ക്ലോക്ക്. ഇപ്പോൾ ഞാൻ ഒരു കൗണ്ടറിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ആ കൗണ്ടർ നമുക്ക് 2 രീതിയിൽ ഉണ്ടാക്കാം. ഒന്ന് സിങ്ക്രണസ് ആയിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് അസിങ്ക്രണസ് ആയിട്ട് ഉണ്ടാക്കാം. ഇപ്പോൾ സപ്പോസ് നമ്മൾ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കും ഒരു ക്ലോക്ക്, ഒരു സെയിം ക്ലോക്കാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് സിങ്ക്രണസ് സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് വിളിക്കാൻ പറ്റും. പക്ഷെ മറിച്ച് എല്ലാത്തിനും ഡിഫറെൻറ്റ് ക്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ എന്താവും അത്, അപ്പോൾ അത് അസിങ്ക്രണസ് ആയിരിക്കും. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഒന്ന് ജനറൽ ക്ലോക്കിനായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുക, അതാണ് സിങ്ക്രണസ് സർക്യൂട്ട്. ഇനി അല്ല ഡിഫറെൻറ്റ് ക്ലോക്ക്സ് ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അത് അസിങ്ക്രണസ് സീക്വൻഷ്യൽ സർക്യൂട്ട്സ് ആയിരിക്കും. ഈ മൊഡ്യൂളിൽ നമ്മൾ സിങ്ക്രണസ് സീക്വൻഷ്യൽ സർക്യൂട്ട്സ് ആണ് ഡീൽ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ, ഈ ഒരു മൊഡ്യൂളിൽ കാണുന്ന സർക്യൂട്ട്സിനെല്ലായിരിക്കും ഒരു സിംഗിൾ ക്ലോക്ക് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഈ സിങ്ക്രണസ് സീക്വൻഷ്യൽ സർക്യൂട്ട്സിന് തന്നെ നമുക്ക് എന്തെന്ന് പറയാം, FSM അല്ലെങ്കിൽ ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ എന്നും കൂടി വിളിക്കാം. അതുപോലെ നമുക്ക് FSMനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഒന്നാമതാണ് മീലി മോഡൽ, രണ്ടാമതാണ് മൂർ മോഡൽ. അപ്പോൾ ഈ മീലി മോഡലും മൂർ മോഡലും തമ്മിലുള്ള വ്യത്യാസം എന്താ ചോദിച്ചാൽ, ഇതിൽ ഇപ്പോൾ സപ്പോസ് ഒരു സർക്യൂട്ട്, ഒരു സർക്യൂട്ട് ആയാൽ അതിനൊരു ഔട്ട്പുട്ട് ഉണ്ടാവും. അപ്പോൾ ആ ഔട്ട്പുട്ട് ഇൻപുട്ടിനെയും അതിൻ്റെ പ്രസൻറ്റ് സ്റ്റേറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്ത് മോഡൽ എന്ന് വിളിക്കാം, മീലി മോഡൽ അല്ലെങ്കിൽ മീലി മെഷീൻ എന്ന് വിളിക്കാം. ഇനി മൂർ മെഷീൻ ആണെങ്കിൽ എന്താ, അതിൻ്റെ ഔട്ട്പുട്ട് അതിൻ്റെ പ്രസൻറ്റ് സ്റ്റേറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ എന്താണ് പറഞ്ഞത്, ഒരു സർക്യൂട്ട് ഉണ്ട്, അതിനൊരു ഔട്ട്പുട്ട് ഉണ്ട്, ആ ഔട്ട്പുട്ട് ഇൻപുട്ടിനെയും പ്രസൻറ്റ് സ്റ്റേറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് മീലി മോഡലാണ്. അല്ല, അത് പ്രസൻറ്റ് സ്റ്റേജിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണത്, അതൊരു മൂർ മോഡലാണ്. ഇനി ഞാൻ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി നന്നായി മനസ്സിലാവും. ഈ ഒരു സർക്യൂട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതിൽ എന്തൊക്കെ വരുന്നുണ്ട്, ഒരു എക്സ് എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് ഉണ്ട്, പിന്നെ അത് ഓർ ഗേറ്റ്, ഒരു 2 ഫ്ലിപ്പ് ഫ്ലോപ്സ് വരുന്നുണ്ട്, D ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ്. അപ്പോൾ ഇതിൽ ഈ ഒരു സർക്യൂട്ടിൻ്റെ കോംപ്ലക്സിറ്റി കണ്ട് പേടിക്കൊന്നും വേണ്ട. ഇത് നമ്മൾ മൂറാണോ മീലി ആണോ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യം മാത്രം നോക്കിയാൽ മതി, ഇതിൻ്റെ ഔട്ട്പുട്ട്. അപ്പോൾ ഈ ഔട്ട്പുട്ട് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. എന്തിനൊക്കെയാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യണത്, ഒന്ന് ഈ ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പിന്നെ ഈ ഒരു ഔട്ട്പുട്ടിലേക്ക്
ഈ ഒരു ഇൻപുട്ട് വരുന്നുണ്ട്, പിന്നെ ഒരു ആൻഡ് ഗേറ്റും വരുന്നുണ്ട്. ഈ ആൻഡ് ഗേറ്റിൽ എന്താണ് വരുന്നത്? ക്യു എയും ക്യു ബിയും. ക്യു എ എന്ന് പറയുന്നത് എന്താണെന്നറിയാം, അതൊരു പ്രസൻറ്റ് സ്റ്റേറ്റ് ആണ്. ഈ ഡി എ എന്ന് പറയുന്നത് ഡി ഫ്ലിപ്പ് ഫ്ലോപ്സിൻ്റെ എ എന്ന് പറയുന്ന ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ പ്രസൻറ്റ് സ്റ്റേറ്റ് ആണ് ക്യു എ. അതുപോലെ ബി എന്ന് പറയുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ പ്രസൻറ്റ് സ്റ്റേറ്റ് ആണ് ക്യു ബി. അപ്പോൾ ഓവറോൾ ഈ ഒരു ഔട്ട്പുട്ട് എന്താണ്? എക്സ് പ്ലസ് ക്യു എ ക്യു ബി. ഇതിൽ എക്സ് ഇൻപുട്ടാണ്, ക്യു എയും ക്യു ബിയും പ്രസൻറ്റ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതെന്ത് മോഡലാണെന്ന് പറയാം? മീലി മോഡലാണെന്ന് പറയാം. ഇനി ഇപ്പോൾ ഇത് 100 ആണെന്നുണ്ടെങ്കിൽ ആ ഒരു എക്സിൻ്റെ ടേം ഇവിടെ ഉണ്ടാവില്ല, ജസ്റ്റ് ക്യു എ ക്യു ബി എന്നായിരുന്നു എന്നുണ്ടെങ്കിൽ അതൊരു 100 മോഡലായനെ. അപ്പോൾ നിങ്ങൾക്ക് ഒരു മീലി ആണോ 100 ആണോ എന്ന് കണ്ടുപിടിക്കണം. നിങ്ങൾ ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി, ഔട്ട്പുട്ടിൽ ഇൻപുട്ട് ഉണ്ടോ എന്ന് നോക്കുക. ഇൻപുട്ട് ഉണ്ടെങ്കിൽ അത് മീലി മോഡലായിരിക്കും. ഇൻപുട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ, അത് ജസ്റ്റ് പ്രസൻറ്റ് സ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? 100 മോഡലായിരിക്കും. ഈ ഒരു സർക്യൂട്ട് കൺസിഡർ ചെയ്യൂ. അപ്പോൾ ഇത് നമ്മൾ 100 മോഡലാണോ മീലി മോഡലാണോ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് അതിൻ്റെ ഔട്ട്പുട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഔട്ട്പുട്ട് വൈ എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു ആൻഡ് ഗേറ്റ് ആണ്. ആൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ടായിട്ട് ക്യു എയും വരുന്നുണ്ട്, ക്യു ബിയും വരുന്നുണ്ട്. ഈ ക്യു എയും ക്യു ബി എന്താണ്? പ്രസൻറ്റ് സ്റ്റേറ്റ് ആണ്, നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ഇവിടെ ഇൻപുട്ടിൻ്റെ ടേം വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്കിത് എന്ത് മോഡലാണെന്ന് പറയാം? 100 മോഡലാണെന്ന് പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വ്യത്യാസം. 100 മോഡലാണെങ്കിൽ പ്രസൻറ്റ് സ്റ്റേറ്റിന് മാത്രമേ ഔട്ട്പുട്ട് ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. മീലി ആണെന്നുണ്ടെങ്കിൽ പ്രസൻറ്റ് സ്റ്റേറ്റിൻ്റെ കൂടെ ഇൻപുട്ടിനെ കൂടി ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ മീലിയും 100ഉം തമ്മിലുള്ള വ്യത്യാസം.